അഫാൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ചുറ്റിക കൊണ്ട് 5 ജീവിതങ്ങൾ മണ്ണിനടിയിലാക്കി ഒരു ജീവൻ ഒരു സ്ത്രീ ജീവന് വേണ്ടി പോരാടുന്നു. ഉമ്മയെയും അനിയനെയും പ്രണയിച്ച കാമുകിയെയും മുത്തശ്ശിയെയും വലിയച്ഛനെയും വലിയമ്മയും ഒക്കെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ എന്ന് പറയുന്ന 23കാരൻ. കഴിഞ്ഞ 5 ദിവസത്തോളമായി കേരളം ചോദിക്കുന്നു, എന്തിന് അയാൾ ഇത് ചെയ്തു? എന്താണ് മോട്ടീവ്? ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഇന്നലെ പോലീസിനോട് അഫാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അഫാൻ പോലീസിനോട് പറഞ്ഞത്, അച്ഛൻ 7 വർഷമായി നാട്ടിൽ വന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ഉമ്മയാണ്. ഉമ്മയ്ക്ക് ജോലിയില്ല. പക്ഷേ ഉമ്മയ്ക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതകളുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ, ജീവിക്കാൻ വേണ്ടി ജീവിത ചിലവുകൾക്കായി ഉമ്മ ഓരോരുത്തരിൽ നിന്ന് കടം വാങ്ങും. ആ കടം കൊടുത്തു തീർക്കാൻ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങും. അങ്ങനെ മുഴുവൻ റോളിംഗ് ആയിരുന്നു. ഈ 7 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയാണ് ആ കുടുംബം ജീവിക്കാനായി വാങ്ങിയത് എന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മാത്രമല്ല, ഈ അഫാൻ്റെ ജീവിത രീതി പരിശോധിച്ചാൽ കൂട്ടുകാരനുമായി വഴക്കിട്ടതിന് ശേഷം ആ കൂട്ടുകാരനെ തല്ലിച്ചതയ്ക്കുന്നത് വരെ ചെരിപ്പിടാതെ നടന്ന ആളാണ് അഫാൻ. അതായത് ക്രൂരതയും പകയും ചെറുപ്പം മുതലേ അഫാനോടൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ബൈക്കിനോടും മൊബൈൽ ഫോണിനോടുമൊക്കെയുള്ള വല്ലാത്ത പ്രണയം, അല്ലെങ്കിൽ വല്ലാത്തൊരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ ഈ കാമുകിയുടെ സ്വർണ്ണമാലയും കമ്മലും വളയുമൊക്കെ വാങ്ങി പണയം വച്ചും വിറ്റുമൊക്കെയാണ് ഇയാൾ ഈ ബൈക്കും മൊബൈൽ ഫോണുമൊക്കെ വാങ്ങിയിരുന്നത്. ഇതൊക്കെ കൊണ്ട് ഇയാൾ രാത്രി കാലങ്ങളിലാണ് സഞ്ചരിച്ചിരുന്നത്. രാത്രി കാലങ്ങളിലുള്ള ഇയാളുടെ യാത്ര, ഇയാൾ ചെന്നിരിക്കുന്ന കടകൾ, ഇതൊക്കെ തീവ്രവാദ ബന്ധമുള്ള സംഘടനകളിലെ ചില ആളുകൾ വന്നിരിക്കുന്ന കടകളാണ്. ഇവിടെയാണ് പോലീസിന് സംശയം. ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നത്. അതായത് ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ ആളുകളെ കൊല്ലുമ്പോൾ ശബ്ദം കേൾക്കാതെ കൊല്ലുക എന്നുള്ള രീതി തീവ്രവാദികൾ പരിശീലിക്കുന്നതാണ്. ആ രീതി എങ്ങനെ ഈ അഫാൻ എന്ന് പറയുന്ന 23കാരന് കിട്ടി? ഇയാൾ നേരത്തെ ഇത്തരത്തിൽ പരിശീലനം നടത്തിയിരുന്നോ? ഏതെങ്കിലും ഇന്ത്യയുടെ ശത്രു സംഘടനകൾക്കായി ഇയാൾ പ്രവർത്തിച്ചിരുന്നോ? അതിനുവേണ്ടി പണം വാങ്ങിയിരുന്നോ? കാരണം സ്വന്തം കുടുംബാംഗങ്ങളെ തന്നെ കൊന്ന് ആ രക്തക്കൊതി മാറുന്ന ഒരു രീതിയിലേക്കാണ് ഇയാൾ കടന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ കിടന്നൊരു നായ വണ്ടി ഇടിച്ച് മരിക്കുമ്പോൾ പോലും നമ്മളൊക്കെ കണ്ണു പൊത്തും. നമുക്കൊന്നും അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇയാളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അനിയൻ്റെ മൃതദേഹം കണ്ട ആംബുലൻസിൻ്റെ ഡ്രൈവർ തന്നെ പറയുന്നത് ഒരു കണ്ണകത്തേക്ക് ചൂഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുഖം പൂർണ്ണമായും വികൃതമാക്കി ചുറ്റിക കൊണ്ട് അടിച്ച് എന്താ പറയുക, പദം വരുത്തുന്ന രീതിയിൽ അങ്ങനെയാണ് അനിയനെ കൊന്നത്. മാത്രമല്ല, ഈ കാമുകിയെ 10ലേറെ തവണ കാമുകിയുടെ മുഖത്ത് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചുറ്റിക വെഞ്ഞാറമൂടുള്ള ഒരു കടയിൽ നിന്നാണ് ഇയാൾ വാങ്ങിയത്. പക്ഷേ ഈ ചുറ്റിക, ഇരുമ്പിൻ്റെ ഈ ചുറ്റിക അധികമാരും വാങ്ങാത്ത ചുറ്റിക എന്നാണ് ആ കട ഉടമ പറയുന്നത്. അങ്ങനെ അധികമാരും വാങ്ങാത്ത ചുറ്റിക എങ്ങനെയാണ് ഇയാൾ വാങ്ങിയത്? ഇയാൾക്കത് എങ്ങനെയാണ് അറിയാവുന്നത് എന്നുള്ളതാണ്. അതായത് കൊലപാതകം നടത്തിയതിന് ശേഷം ഒരു കൂസലുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു പശ്ചാത്താപവും ഇല്ലാതെ ഇയാൾ വാഹനം എടുക്കുന്നു, അടുത്ത ആളെ കൊല്ലാനായി യാത്ര പുറപ്പെടുന്നു, അവിടെ എത്തുന്നു, അവരെ കൊല്ലുന്നു, അവിടെ നിന്ന് വീണ്ടും അടുത്ത ആളെ കൊല്ലാനായി പോകുന്നു. ഇതാണ് ഇയാളുടെ ഒരു യാത്രാ രീതി എന്ന് പറയുന്നത്. രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ നടന്ന കൊലപാതകം. ഈ കൊലപാതകങ്ങളിലൊക്കെയുള്ള ഉദ്ദേശം സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഇതിന് പിന്നിൽ നിഗൂഢമായ മറ്റ് പല ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ
ഈ ഉമ്മ 65 ലക്ഷം രൂപ വാങ്ങിയത് ആർക്ക് വേണ്ടിയായിരിക്കും? എങ്ങനെയായിരിക്കും ഈ 65 ലക്ഷത്തിൻ്റെ കടം വന്നത്? എങ്ങനെയായിരിക്കും? കുടുംബത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അത് അഫാനെ അലട്ടിയിരുന്നോ? അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ലഹരി വാങ്ങാൻ ഇയാൾ പണം ഉപയോഗിച്ചിരുന്നോ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ഏതെങ്കിലും തീവ്രവാദ സംഘടനകളിൽ ചെന്നപ്പെട്ടിരുന്നോ? അത്തരത്തിൽ ഈ തീവ്രവാദം നടത്താനായുള്ള പരിശീലനം നേടിയിരുന്നോ? അത് പ്രയോഗിച്ചത് കുടുംബത്തിലാണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇപ്പോൾ ഓരോ ദിവസവും ഇതിൻ്റെ ചുരുളഴിയുമ്പോൾ ഈ തകർന്നിരിക്കുകയാണ് അഫാൻ്റെ ബാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാൻ കഴിയാതെ ട്രാവൽ ബാൻ ഉണ്ട്. അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്ത് 75 ലക്ഷം രൂപയോളം കടമുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും അഫാനെ ബാധിക്കുന്ന തരത്തിലല്ല എന്നും പിതാവ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ മാതാവ് മറ്റെന്തോ മറയ്ക്കാനാണോ, ഇനി മകനെ രക്ഷിക്കാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറയ്ക്കാനാണോ ഈ പോലീസിനോട് തൻ്റെ മകനല്ല തന്നെ ഉപദ്രവിച്ചതെന്നും താൻ തലയിടിച്ച് തറയിൽ വീണതാണ്, കട്ടിലിൽ നിന്ന് തറയിൽ വീണപ്പോൾ അതിശക്തമായ മുറിവ് തനിക്ക് ഏൽറ്റതുമെന്നാണ് അമ്മ പറയുന്നത്. മകനെ രക്ഷിക്കാനാണ് എങ്കിൽ ഒരുപക്ഷെ മറ്റ് കൊലപാതകങ്ങളൊന്നും ഈ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ മകൻ രക്ഷപ്പെട്ടോട്ടെ, തൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മകൻ ജയിലിലേക്ക് ആകണ്ട എന്ന് ഉമ്മ വിചാരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ ഉമ്മയ്ക്കും എന്തൊക്കെയോ മറയ്ക്കാൻ കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാകും ഈ ഉമ്മ തൻ്റെ മകൻ അല്ല ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞത്. ഈ അഫാൻ പറയുന്നുണ്ട് തങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ ആരെങ്കിലും മരിച്ചില്ലെങ്കിൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാക്കും പിന്നീടുള്ള ജീവിതത്തിൽ. അത് വരാതിരിക്കാനാണ് താൻ എല്ലാവരെയും കൊന്നിട്ട് താൻ മരിക്കാം എന്ന് ചിന്തിച്ചത്. സ്വാഭാവികമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള കൂട്ടമരണങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ സഹായിക്കാൻ ആരുമില്ലാതെ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് മരണം മാത്രമേ വരിക്കാൻ കഴിയൂ. അത് എന്തൊക്കെ പരിഹാരം നമ്മൾക്ക് കാണാമെന്ന് പറഞ്ഞാലും ഈ കടക്കാരൊക്കെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന നാണക്കേട്, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന നാണക്കേട്, അവരുടെ പരിഹാസം, ആക്ഷേപം, ഇതൊക്കെ കേട്ട് നിൽക്കുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും മക്കളും അമ്മയും ഒക്കെ മരിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയും അത്തരത്തിൽ മരിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ എന്തിനാണ് പിതാവിൻ്റെ അമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും ബാപ്പയുടെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയും കൊല്ലുന്നത്? അവരുടെ ഉപദേശം സഹിക്കാൻ വയ്യാതെയാണ് അവരെ കൊന്നു എന്ന് പറയുന്നു. ഇത്രയും മൃഗീയമായി അവരെ കൊല്ലാൻ തക്ക രീതിയിൽ എന്തുപദേശമാണ് അവർ നൽകിയത്? പണം തിരികെ ചോദിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല ഈ ഉമ്മയുടെ കയ്യിൽ നിന്ന്, മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും ഈ സ്വർണം എടുത്തതിന് ശേഷം ഇയാൾ അത് പണയം വച്ച് ഏകദേശം 1500 രൂപയുടെ ഒരു ചുറ്റികയാണ് ഇയാൾ വാങ്ങിയത്. 1500 രൂപയുടെ ചുറ്റികയാണ് ആ കടയിൽ നിന്ന് വാങ്ങിയത്. മാത്രമല്ല ഈ സ്വർണ്ണാഭരണങ്ങൾ പണയം 90,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. അതിൽ 40,000 രൂപ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു. ആ കടം അപ്പോൾ തന്നെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർ വഴി നടത്തി എന്നാണ് പറയുന്നത്. അതാരാണ് എന്ന് അന്വേഷിക്കണം, എന്തിനാണ് കടം കൊടുത്തത് എന്ന് അന്വേഷിക്കണം. അപ്പോൾ മാത്രമല്ല താനില്ലാത്തപ്പോൾ തൻ്റെ കാമുകി, തന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചിറങ്ങി വന്ന കാമുകി താനില്ലാതെ ജീവിക്കില്ല. അപ്പോൾ താനില്ലാത്ത ലോകത്ത് അവളും വേണ്ട എന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് അവളെ കൊന്നത് എന്ന് പറയുന്നു. ശരി, നമുക്കൊരാളെ അത്രയും ഇഷ്ടത്തോടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ ഏത് തരത്തിൽ വേദനിപ്പിക്കാതെ കൊല്ലാൻ കഴിയുമെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ കൊല്ലണമെന്നുണ്ട് എങ്കിൽ. പക്ഷെ ഇവിടെ ഒരു ശത്രുവിനെ ഇതിലും ദയായി നമ്മൾ പെരുമാറും. പക്ഷെ അതിലും അപ്പുറമായ ഒരു സൈക്കോയ്ക്കും അപ്പുറം ആ തരത്തിലേക്കാണ് ഇയാൾ സഹോദരനെയും കാമുകിയെയും തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയച്ഛനെയും വലിയച്ഛൻ്റെ ഭാര്യയെയും മുത്തശ്ശിയും ഒക്കെ തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താ പറയുക, ദുരൂഹതകളുണ്ട് എന്നുള്ളത് മാത്രമല്ല വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഇയാളെ സഹായിക്കാമെന്നാരോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് നീ ജയിലിൽ പോയാലും നിന്നെ പുറത്ത് ഈസിയായി ഞങ്ങൾ ഇറക്കാം എന്നാരോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉറപ്പ് തന്നെയാണ് ഇത്രയും കൂസലില്ലാതെ നിൽക്കാൻ ഈ അഫാൻ എന്ന് പറയുന്ന 23-കാരനായ കൊടും മൃഗത്തെ പ്രേരിപ്പിക്കുന്നത്.